നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാചകവാതക വില വർധനവിനെതിരെ ഗ്യാസ് കുറ്റികൾ തലയിൽ ചുമന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്കും ഔഷധക്കഞ്ഞി പാചകം ചെയ്ത് ഒരാഴ്ചക്കാലം വീടുകളിൽ എത്തിച്ചു നൽകുന്ന കാരുണ്യാമൃതം പദ്ധതിക്ക് പഴുവിലിൽ തുടക്കമായി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനാചരണം നടത്തി. വാർത്തകൾക്ക് വിശദമായി. പാചകവാതക വില വർധനവിനെതിരെ ഗ്യാസ് കുറ്റികൾ തലയിൽ ചുമന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടമുട്ടം സെന്ററിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AB യദുകൃഷ്ണൻ, KH കബീർ, വൈശാഖ് വേണുഗോപാൽ, രാകേഷ് യുവാർ, ഷരീഫ്, അശ്വിൻ ആലപ്പുഴ എന്നിവർ സംസാരിച്ചു. അഭിലാഷ് തേവർക്കാട്ടിൽ, ശരത് പാലപ്പെട്ടി, ശ്രീജിൽ AS, ഡേവിസ് വാഴപ്പള്ളി, സജിത്രൻ തയ്യിൽ, വിജിൽ ഡേവിസ്, ജിതേഷ്, ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മോടൊക്കെ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി 15 ലക്ഷം രൂപ അക്കൗണ്ടിൽ തരുമെന്നും അതിനുശേഷം 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്നും ഇതൊന്നും തന്നില്ലെങ്കിൽ ഞങ്ങളെ പച്ചയ്ക്ക് കത്തിച്ചോളാനും പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് അടിക്കടി മുട്ടിനുമുട്ട് രാത്രിരാമാനം എന്ന് വേണ്ട കേരളത്തിലും ഇന്ത്യയിലുമുള്ള എല്ലാ സ്ഥലങ്ങളിലും പാചകവാതക വില വർധനവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് രേഖപ്പെടുത്തി അദാനിക്കും അംബാനിക്കും മാത്രം ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളൊരുക്കി സാധാരണക്കാരെ മുഴുവൻ തെരുവിലിറക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികം നടുവിൽക്കരയിൽ ആചരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പ്രേം പ്രസാദ് പതാക ഉയർത്തി. മുതിർന്ന അംഗങ്ങളായ മുഹമ്മദ് അലി, പ്രഭാകരൻ KK, സരോജിനി എന്നിവരെ ആദരിച്ചു. വാർഡ് മെമ്പർ സുജിത്, ഷീല സോമൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 6-7 വാർഡുകളുടെ ഉന്നമന ലക്ഷ്യമാക്കി രൂപം കൊണ്ട ദർശന സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നു. വലപ്പാട് കോതകുളം സെന്ററിന് പടിഞ്ഞാറുള്ള ടാബർനാക്കിൾ സെന്ററിൽ നടന്ന ചടങ്ങ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ദർശന സാംസ്കാരിക വേദി പ്രസിഡന്റ് KS അഖിൽ കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ്, വാർഡ് മെമ്പർമാരായ അനിൽ കരുവത്തിൽ, അനിത ത്രിദീപ് കുമാർ, ദർശന സാംസ്കാരിക വേദി സെക്രട്ടറി P പുരുഷോത്തമൻ, ട്രഷറർ മീഷ ബിനു, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജി സോമൻ, രമ്യ പ്രദീപ്, BP ആനന്ദൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ദർശന സാംസ്കാരിക വേദിയുടെ ഭാവി പ്രവർത്തനങ്ങൾക്കായി കോഴിപ്പറമ്പിൽ ഷാജീവ് സത്യന്റെ ഭാര്യ ഷെർലി ഷാജീവ്, മാതാവ് കോഴിപ്പറമ്പിൽ സരസ സത്യന്റെ സ്മരണയ്ക്കായി സമർപ്പിക്കുന്ന ഭൂമിയുടെ രേഖ കൈമാറ്റ ചടങ്ങും നടന്നു. ഷാജീവും ഒക്കെ ഒരുമിച്ച് കാണുമ്പോൾ എന്നോട് പറയാറുണ്ട്, പക്ഷെ ഇത്ര വേഗത്തിൽ അത് രൂപപ്പെടുന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചില്ല. കാരണം അതൊരു സമയമാണ്, സമയത്തിന് വളരെ പ്രാധാന്യമുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വേദി എനിക്ക് എത്തിപ്പെടാൻ കഴിയും. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി ഏർപ്പെടുത്തിയ തദ്ദേശീയ എഴുത്തുകാർക്കുള്ള ഷാജി K അബ്ദു സാഹിത്യ പുരസ്കാരം നാടകകൃത്തും സംവിധായകനും കഥാകൃത്തുമായ ബഷീർ തൃപ്പേക്കുളത്തിന് സമ്മാനിച്ചു. മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതി ഏർപ്പെടുത്തിയ തദ്ദേശീയ എഴുത്തുകാർക്കുള്ള ഷാജി K അബ്ദു സാഹിത്യ പുരസ്കാരം നാടകകൃത്തും സംവിധായകനും കഥാകൃത്തുമായ ബഷീർ തൃപ്പേക്കുളത്തിന് സമ്മാനിച്ചു.
മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം MLA KK വത്സരാജ് പുരസ്കാരം സമർപ്പിച്ചു. 5000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ജിതി സുധീഷ് അധ്യക്ഷത വഹിച്ചു. മൂസ വടക്കനോളി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ആൽഫ, സോമൻ താമരക്കുളം, PK ഒഫൂർ, TB സന്തോഷ് ബാബു, പുരസ്കാര ജേതാവ് ബഷീർ തൃപ്പേക്കുളം, ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി MD അഭിശങ്കർ, വൈസ് പ്രസിഡന്റ് റസിയ സുൽത്താന എന്നിവർ സംസാരിച്ചു. പോകുന്നതിൽ പുരോഗമനപരമായ സമൂഹത്തെ ചിന്തിപ്പിക്കുന്നതിലൊക്കെ നമ്മുടെ സാഹിത്യകാരന്മാരും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ച ആളുകളും വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ്. ഞാനതിൻ്റെ ഒന്നും ചരിത്രം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനതിന് പ്രാപ്തനുമല്ല. ഇത്തരം കാര്യങ്ങൾ വിശദമായി പറയാം. സാംസ്കാരിക പ്രവർത്തകരുടെ കർത്തൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ പട്ടികയിലാണ് ഞാനൊക്കെ ഉൾപ്പെടുന്നത്. എന്നാൽ ഈ സാംസ്കാരിക പ്രവർത്തകരുടെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോയതിൻ്റെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനാകും. കേരളമാണെങ്കിൽ വിശേഷിച്ചും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഒരു ഭൂമികയായി മാറുന്നതിൽ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ പങ്കും പ്രവർത്തകരുടെ പങ്കും വളരെ വളരെ. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ 1994 SSLC കൂട്ടായ്മ ഓർമ്മകളുടെ പൂക്കാലം വാർഷികാഘോഷവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ 1994 SSLC കൂട്ടായ്മ ഓർമ്മകളുടെ പൂക്കാലം വാർഷികാഘോഷവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. MA ഫൈസൽ അധ്യക്ഷത വഹിച്ചു. നിഷീഖ്, ഷാജഹാൻ, പ്രജീവ്, സീമ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രൂപ്പ് അഡ്മിന്മാരായ സാജിദ്, തുഷാർ, സുമി, സീമ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അവനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ കൂട്ടുകാരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അവനെ കുറിച്ച് ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അവനോട് ഒരുമിച്ചുള്ള ആ സമയങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കും. ഞാനും ഈ സന്ദർഭത്തിൽ അവനെക്കുറിച്ച്, കാണാത്ത റാഫിയെക്കുറിച്ച് ഒരു നിമിഷം ഓർത്തു പോവുകയാണ്. അവൻ്റെ വേർപാടിൻ്റെ ദുഃഖം നിങ്ങളോടൊപ്പവും അവരുടെ കുടുംബത്തിൻ്റെ കൂടെയും ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞത് തുടങ്ങുകയാണ്. എന്തിനാണ് നമുക്ക് മക്കൾ? ഒരു ചോദ്യമാണ്. വൈ ഹാവ് എ ചൈൽഡ്? നമുക്ക് എന്തിനാണ് മക്കൾ എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് നമുക്ക് മക്കൾ? ഇപ്പൊ അടുത്തുണ്ടായ ഒരു അനുഭവം. ഞാൻ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ യാദൃച്ഛികമായിട്ട് ചെയ്തത് 2 ആഴ്ച മുമ്പാണ്. ഞാൻ ക്ലാസ് എടുക്കാൻ ചെന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് തന്നെ എക്സൈസിൽ ഒരു ദിവസം വന്നിരുന്നു. ഉടൻ തന്നെ അവിടുത്തെ പ്രിൻസിപ്പളും വേണ്ടപ്പെട്ട ആളുകളും വന്ന് ഓടി വരികയാണ്. അവിടെ ചേരാൻ വന്ന 1-2 ദിവസമായ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്ന് ഒരു ലഹരി കണ്ടെത്തി എന്നും പറഞ്ഞു. ഒരു പാക്കറ്റ് കണ്ടെത്തി. എന്താ ചെയ്യുക ഒന്നും അറിയില്ല. ആകെ പരിഭ്രമിച്ചുകൊണ്ടാണ് വരുന്നത്. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വലപ്പാട് മേഖലാ സമ്മേളനം നടന്നു. വലപ്പാട് ഏങ്ങൂർ ഹാളിൽ നടന്ന സമ്മേളനം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് പ്രേംകുമാർ അധ്യക്ഷനായി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി EC പത്മരാജൻ, മേഖലാ സെക്രട്ടറി രാജു വെന്നിക്കൽ, കൈരളി തിലകൻ, ജോസ് താടിക്കാരൻ, CR ഗണേഷ്, സതീഷ് ചന്ദ്രബോസ്, TA സോമസുന്ദരൻ എന്നിവർ സംസാരിച്ചു. അതുകൂടാതെ നടക്കലൊരു ഹൈമാസ്റ്റിലേക്ക് വെക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. വേറെ സ്ഥലത്ത് അത് അവിടെ മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളവിടെ എന്ത് തന്നെയായാലും ആ തോതളം ചുറ്റുമോടെ മറ്റേ നമ്മളെ കുളത്തിനോട് കുറിച്ച് നമ്മളവിടെ ഗ്രില്ലൊക്കെ വെച്ച് കെട്ടി നമ്മൾ ഈ സമഗ്ര വികസനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ വൃത്തിയാക്കി നമ്മുടെ കാട്ടിൽ തന്നെ അതിവൈകാതെ ദിവസങ്ങളിൽ തന്നെ പോയിട്ട് നമ്മൾ ക്ലീനുകളും നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഈ സമഗ്ര വികസനം വരുമ്പോൾ അതിന് ഈ ഫണ്ട് മാറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അവസാന സമയത്ത് ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ പൈസ ഇങ്ങനെ മാറ്റിച്ചുകൊണ്ടിരിക്കുക. അവിടേക്ക് വിളിച്ച് പല പദ്ധതിയിലും കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതില് ഫണ്ട് കിട്ടുമെങ്കിൽ ഉണ്ടാവുമെങ്കിൽ എന്ത് തന്നെയാലും അതിന് മുൻഗണന കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട.
അത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രത്യേക ബൾബുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ള ആവശ്യങ്ങളൊക്കെ എന്നോട് വന്നിട്ട് നിങ്ങളുടെ അസോസിയേഷനോട് പറയാറുണ്ട്. നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. രാവിലെ നിർമ്മാല്യ ദർശനം, വിശേഷാൽ പൂജകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, പ്രസാദ വിതരണം എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി AS ജോഷി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ശാന്തിമാരായ വൈശാഖ്, സന്ദീപ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് ഇയാനി കോറോത്ത് സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ സ്നിതീഷ് ENT, വൈസ് പ്രസിഡന്റ് രാജു ഇയാനി, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് ഇയാനി, രക്ഷാധികാരികളായ ജയതിലകൻ ഇയാനി, തിലകൻ രാമകൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ശ്രീനാരായണ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വായനാ വസന്തത്തോടനുബന്ധിച്ച് ഗൃഹസന്ദർശനം നടത്തി. വായനയുടെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനും ലൈബ്രറി പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായാണ് ഗൃഹസന്ദർശനം സംഘടിപ്പിച്ചത്. ഗൃഹസന്ദർശനത്തിൽ ലൈബ്രറി സെക്രട്ടറി ലാൽ കച്ചില്ലം, ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത് വേളയിൽ, ഷൈനി സജിത്ത്, ഷീജ മുരളീധരൻ, ഉഷ ബാസ്, ജ്യോതി ബാസ് വേളയിൽ, ഷിജുമാഷ്, കിഷോർ, തോമസ്, ലൈബ്രറിയൻ സുജ മഹേഷ് എന്നിവർ പങ്കെടുത്തു. ഗായിക S ജാനകിയുടെ സ്മരണയ്ക്കായി സംഗീത സായാഹ്നവും സംഘടിപ്പിച്ചു. സംഗീത സംവിധായകൻ സച്ചിദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത് വേളയിൽ അധ്യക്ഷത വഹിച്ചു. ദേവിക റാണി, ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ, സക്കറിയ, ലൈബ്രറിയൻ സുജ മഹേഷ് എന്നിവർ സംസാരിച്ചു. ഷിജു രചിച്ച കവിതാ സമാഹാരം ലൈബ്രറിക്ക് സമ്മാനിച്ചു. കണ്ണൻ അതിരാത്ത്, ഉണ്ണികൃഷ്ണൻ മാങ്ങാമ്പറമ്പിൽ, സിജി സന്ദീപ്, ആയുഷ് സൂരജ്, നെഹ്ല ജലീൽ, ജ്യോതിബാസ് വേളയിൽ, ദേവിക റാണി, സഞ്ജീവ് കുന്നുങ്ങൽ, ഭൂമിക, അനുശ്രീ, ഗോപൻ, സൗമ്യ, സവിത്ത് വേളയിൽ എന്നിവർ S ജാനകി ആലപിച്ച ഗാനങ്ങൾ അവതരിപ്പിച്ചു. വരുമ്പോൾ ഞാൻ അങ്ങയേക്കീനാവു കണ്ടു കൊതിച്ചിരിക്കും. വന്നു മാവേലിക്കാവിൽ ഒറ്റയ്ക്കൊരു കൊമ്പിൽ കിളിക്കൂടും കൂട്ടി മറ്റു വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഇടവേള. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ കോതുകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഏതെടുത്താലും 189 രൂപ മാത്രം. ടോയ്സ് ഗിഫ്റ്റ്സ്, ടെഡി ബെയർ, ലേഡീസ് ഹാൻഡ് ബാഗ്, ടെഡി ബാഗ്, സ്കൂൾ ബാഗ്, സ്റ്റീൽ പാത്രങ്ങൾ, അലൂമിനിയം പാത്രങ്ങൾ, ഇൻഡോലിയം പാത്രങ്ങൾ, മറ്റു വെറൈറ്റികൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, വാൾ ക്ലോക്ക്, ചെരുപ്പുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ വെറും 189 രൂപ മാത്രം.
വിലക്കുറവിന്റെ ഷോപ്പിംഗ് മാമാങ്കം അനുഭവിച്ചറിയുവാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ന്യൂ ചെന്നൈ ഷോപ്പിംഗ് വീട്ടുപകരണങ്ങൾ, കോതകുളം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 4 വരെ മാത്രം. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. തൃപ്രയാർ അർച്ചന സിൽക്സിലും വാടാനപ്പള്ളി അർച്ചന സിൽക്സിലും 50-ൽ പരം തൊഴിലവസരങ്ങൾ. ബില്ലിംഗ് സ്റ്റാഫ്, സെയിൽസ് സ്റ്റാഫ്, വെൽക്കം ഗേൾസ്, സൂപ്പർവൈസർ, വീഡിയോ പ്രസന്റർ, മാനേജർ തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക. ഫോൺ 9447130824. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ ശ്രീവിലാസ് UP സ്കൂളിലെ നവീകരിച്ച IT ലാബ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സ്വപ്ന രാജീവ് അധ്യക്ഷയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ KV പവിത്രൻ മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ഇൻഫിനിറ്റ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് ആണ് സ്കൂളിലേക്കായി കമ്പ്യൂട്ടറുകൾ സ്പോൺസർ ചെയ്തത്. IOSS ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അബ്ദുൽ ഗഫൂർ, അബ്ദുൽ മജീദ്, അമീൻ ഇസ്ലാഹി, അശോക്, പവനൻ എന്നിവർ പങ്കെടുത്തു. MPTA പ്രസിഡന്റ് അശ്വതി ശ്യാംലാൽ, പ്രധാന അധ്യാപകൻ KS സനീഷ്, സ്റ്റാഫ് സെക്രട്ടറി ഷൈൻ VG എന്നിവർ സംസാരിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരു IT ലാബിന്റെ ഉദ്ഘാടനം. 4 കമ്പ്യൂട്ടറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും. നവീകരണമാണ് എന്നുവെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സ്കൂളിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ MLAയും മുൻ MLA ആയിരിക്കുമ്പോൾ ഗോപി MLA അന്ന് 2 കമ്പ്യൂട്ടർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ കൈറ്റിൽ നിന്ന് 2 കമ്പ്യൂട്ടറും തന്നിരുന്നു.
അതൊക്കെ നമുക്കറിയാം. കാലങ്ങൾ ചെല്ലുമ്പോൾ അത് നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ഇപ്പോൾ 2 കമ്പ്യൂട്ടർ മാത്രമായിട്ടാണ് നമ്മുടെ മക്കളെ അവർ പഠിപ്പിച്ചിരുന്നത്. ആ സാഹചര്യത്തിലാണ് നമുക്ക് കോഴിക്കോടുള്ള IT പാർക്കിലെ IOSS എന്ന് പറയുന്ന ഒരു സ്ഥാപനം 4 കമ്പ്യൂട്ടറാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്കും ഔഷധക്കഞ്ഞി പാചകം ചെയ്ത് ഒരാഴ്ചക്കാലം വീടുകളിൽ എത്തിച്ചു നൽകുന്ന കാരുണ്യാമൃതം പദ്ധതിക്ക് തുടക്കമായി. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി അസീസിയ ഓർഗാനിക് വേൾഡിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. അസീസിയ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ വിശിഷ്ടാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് കണ്ണോളി, ഷിമ ആന്റണി, സേതു മാധവൻ, ദീപാഞ്ജലി, ഡോക്ടർ ധന്യ, കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സജിത്ത് പാണ്ടാരിക്കൽ, സെക്രട്ടറി EP സൈമൺ, ട്രഷറർ EVN പ്രേംദാസ്, ഉമ്മർ പഴുവിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ചാഴൂർ ദീപാഞ്ജലി ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയ വിഷ്ണു പ്രയാഗിനെ പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഡ്രംസ്, ഇടയ്ക്ക, വയലിൻ, കീബോർഡ്, ഗിത്താർ, ഹാർമോണിയം, പാട്ട് എന്നിവയിൽ മികച്ച പ്രകടനമാണ് ഈ 10 വയസ്സുകാരൻ കാഴ്ചവെക്കുന്നത്. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ആൻഡോ തുറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മികച്ച പ്രവർത്തനം നടത്തുന്നവരെ ആദരിക്കാൻ ഞങ്ങളൊരു ചെറിയ 3-4 കൊല്ലമായിട്ട് ഞങ്ങൾ തുടങ്ങുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ വിഷ്ണുപ്രയാഗനെ അന്ന് ഞങ്ങൾ നടത്തിയ പരിപാടിക്ക് അതിൽ വിളിച്ചിട്ട് ആദരിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച പരിപാടി നടന്നില്ല. ഞങ്ങളൊരു പരിപാടി നടത്തിയായിരുന്നു. പക്ഷേ അത് സ്വന്തമായി ഇവിടെ വന്ന് ചെയ്യാനായിട്ട് അനുവദിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ ഏറ്റവും മികച്ച ഒരു കലാകാരനായിട്ട് മാറട്ടെ. അതിനോടൊപ്പം തന്നെ പഠിത്തത്തിലും മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഒരു മകനുമായി മാറാൻ ദേവീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മഠാധിപതി ഉണ്ണി ദാമോദരൻ, ട്രസ്റ്റ് രക്ഷാധികാരി MB സജീവൻ, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, രേണുക റിജു, ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. ഇവനെ ചെറുപ്പം മുതൽ അവൻ എപ്പോഴും അവിടെ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ അത് വന്ന് കാണാനുള്ള എപ്പോഴും ഒരു ആഗ്രഹം എപ്പോഴും കാണാറുണ്ട്. മറ്റുള്ള കുട്ടികളിൽ നിന്ന് മാറി നിന്ന് ഇവൻ മാത്രം ചിലപ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്ന് കാണും എല്ലാ പ്രോഗ്രാംസും. അപ്പോൾ ഇവനിലൊരു കലയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോടനുസരിച്ച് അതിനെ നമ്മൾ പിന്നെ പ്രോത്സാഹിപ്പിച്ച് അത് വളർത്തിയെടുക്കണം വലിയൊരു ആഗ്രഹം അവൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൻ പുതുതായിട്ട് സോപാന സംഗീതം, പാട്ട്, വയലിൻ, അതേപോലെ തന്നെ ഡ്രംസ്, കീബോർഡ്, ഗിത്താറ്, അതുപോലെ ഇപ്പോൾ സോപാന സംഗീതം, അങ്ങനെ വിവിധ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇപ്പോൾ അവനത് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ശ്രീ ഗോകുലം സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയും ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടനിലെ വിദ്യാർത്ഥിയുമായ വിഷ്ണു പ്രയാഗ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മഠാധിപതി ഉണ്ണി ദാമോദരന്റെ മകൾ വിഷ്ണുപ്രിയയുടെയും അരുണിന്റെയും മകനാണ്. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിന് തുടക്കമായി. കയ്പമംഗലം 7ാം വാർഡ് കൺവെൻഷൻ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KK അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TK സെയ്ദു മുഹമ്മദ്, സെക്രട്ടറി MA സക്കീർ, വാർഡ് നിരീക്ഷകൻ മുജീബ് കാളമുറി, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കരിയ, ശാഖ ആക്ടിംഗ് പ്രസിഡന്റ് PT മുഹമ്മദ് അലി, ട്രഷറർ PK അബൂബക്കർ, വാർഡ് മെമ്പർമാരായ PM സൈനുദ്ദീൻ, നഹിദ സലീം, ഖത്തർ KMCC ജില്ലാ വൈസ് പ്രസിഡന്റ് KM മജീദ്, KS റസൽ, ഷാനവാസ് ചളിങ്ങാട്, സിദ്ദിഖ് പള്ളിത്താനം, TA ഇബ്രാഹിംകുട്ടി, ശാഖാ ജനറൽ സെക്രട്ടറി KM സൈഫുദ്ദീൻ, വാർഡ് സെക്രട്ടറി PA നൂറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന 3ാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നിന്നിരുന്ന സഖാവ് പിണറായി വിജയന് ആകെ കിട്ടിയത് 78,000 വോട്ടാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷത്തെക്കാൾ ഒരു 3000 വോട്ട് കൂടുതലാണ് അദ്ദേഹത്തിന് ആകെ കിട്ടിയത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സംഘടനാ രംഗത്ത്, ഞാൻ അതിന്റെ ബാക്കി വലിയ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, സംഘടനാ രംഗത്ത് ജനങ്ങൾ നമ്മളിൽ വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 100 സീറ്റിന്റെ മുകളിൽ പോകും, 100 സീറ്റിന്റെ മുകളിൽ പോകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ വാസ്തവത്തിൽ നമ്മളത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ 102 സീറ്റ്
102 സീറ്റോടുകൂടെ നമ്മൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ രസം. CPM കൂളിമുട്ടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BS അച്യുതാനന്ദൻ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. EK ബിജു അധ്യക്ഷനായി. BS രവീന്ദ്രൻ, PM ആൽഫ, MA ബിനേഷ്, ഭഗത് സിംഗ്, RM ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വലിയ രീതിയിലുള്ള ഒരു പിന്തുണയുമില്ലാതെ സമർപ്പിതരായ ഒരു കൂട്ടം കുട്ടികളെ അത് വളർത്തിയ ആ ക്യാപ്റ്റന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, എന്തോ രജീന്ദർ സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രസീൽ ഉൾപ്പെടെയുള്ള ടീമുകളെ തോൽപ്പിച്ചാണ് അവർ ജേതാക്കളത്. അപ്പോൾ നമുക്കൊക്കെ അതിനൊക്കെ കഴിയും. നമുക്കതിന് കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്കതിനാവശ്യമായ പ്രവർത്തനം നടത്തണം. ഇപ്പോൾ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കളി കണ്ടപ്പോൾ അർജന്റീന ആരാധകരെന്ന് പറഞ്ഞു പന്ത് തൊടാൻ പറ്റിയില്ല അർജന്റീന. എന്താ കാരണം? എങ്ങനെയാണ് അർജന്റീനയും മെസ്സിയും കളിക്കുക എന്ന് സാഹൂതം നോക്കി ഓരോ കളിക്കാരൻ്റെയും ചലനം മനസ്സിലാക്കി അതിൻ്റെ കൗണ്ടർ പ്രവർത്തനം മറ്റവന്മാർ നടത്തി, സ്പെയിൻ നടത്തി. ഇനി സ്പെയിനെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്പെയിൻ കളിക്കുന്നത് എന്നുള്ള കാര്യം അതിസൂക്ഷ്മം പരിശോധിച്ച് വേറൊരു ടീം ഡെവലപ്പ് ചെയ്യും. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. PTA പ്രസിഡന്റ് CS രാജേഷ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA സജിത തുടങ്ങിയവർ എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ പ്രസന്നൻ കളത്തിൽ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പ്രിൻസിപ്പൽ M പ്രവീൺ, പ്രധാനാധ്യാപിക KV ലീന, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP സുധ, PTA വൈസ് പ്രസിഡന്റ് ഷിജിത്ത് വടക്കഞ്ചേരി, MPTA പ്രസിഡന്റ് TT ലിനി, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ലീന ഗണേഷ്, മുൻ ഹെഡ്മിസ്റ്റർ CS ഷൈനി, സീനിയർ അസിസ്റ്റന്റ് C രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു. CPM മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അനുസ്മരണം CPM ഏരിയ കമ്മിറ്റി അംഗം AB ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി മെമ്പർ PS പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി MK സദാനന്ദൻ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ്, ഏരിയ കമ്മിറ്റി മെമ്പർ KV ഡേവിസ് എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RC UP സ്കൂളിൽ ചാന്ദ്രദിനവും ശാസ്ത്രോത്സവവും സംഘടിപ്പിച്ചു. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമാർന്ന റോക്കറ്റുകളുടെ മോഡലുകളും രക്ഷാകർത്താക്കളുടെ കൊളാഷുകളും കൊണ്ട് സ്കൂൾ അങ്കണം വിസ്മയഭരിതമായി. സ്കൂൾ മാനേജർ ഫാദർ സിൻഡോ തൊറയൻ ശാസ്ത്രമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് UP സ്കൂളിൽ ഇന്ന് ചന്ദ്രയാൻ ദിനമായിട്ട് ആചരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രത്തിന് ലഭിച്ചിട്ടുള്ള വലിയ നേട്ടങ്ങളെ ഓർക്കാനും കുട്ടികൾക്ക് ശാസ്ത്രത്തോടുള്ള ഒരു അഭിരുചി വളർത്താനും ഉതകുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കും അതുപോലെ അവരുടെ പാരൻസിനും മുതിർന്നവർക്കൊക്കെ ഒരു മത്സരം പോലെ നടത്തിയിട്ടുള്ളതാണ്. അതിൽ ശാസ്ത്രത്തിൻ്റെ വിവിധ നേട്ടങ്ങളെ അവതരിപ്പിച്ച് കാണിക്കാൻ അവരുണ്ടാക്കുന്ന ചില മോഡലുകൾ, അതൊക്കെ അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ വളർത്താൻ, ദേശത്തോടുള്ള സ്നേഹം വളർത്താനൊക്കെ ഒരു ഉതകുന്നൊരു കാര്യം. അതുപോലെ സ്വപ്നം കാണാൻ പഠിക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ഒരു ചന്ദ്രയാൻ ദിനം. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സീജ ജോസഫ് ചാന്ദ്രദിന സന്ദേശം നൽകി. ഫസ്റ്റ് അസിസ്റ്റന്റ് മേരി, കൺവീനർമാരായ നീനു, അധ്യാപകരായ ജസ്റ്റി, ലിനി, ലിൻസി എന്നിവർ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകൾക്ക് നേതൃത്വം നൽകി. 1-2 സ്ഥാനത്തിന് അർഹരായവരെ സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രക്ഷിതാക്കൾക്കായി ഒരു കൊളാഷ് മത്സരവും കുട്ടികൾ റോക്കറ്റിൻ്റെ മോഡൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന മത്സരവും നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ശാസ്ത്രമേള നടക്കുകയാണ്. സാമൂഹ്യ ശാസ്ത്രമേളയും ഗണിതശാസ്ത്രമേളയും വർക്ക് എക്സ്പീരിയൻസും സോഷ്യൽ ശാസ്ത്രമേളയും ഇന്ന് നടക്കുന്നു. 400ഓളം കുട്ടികൾ ഈ മേളകളിലായി പങ്കെടുക്കുന്നു. വിദ്യാർത്ഥികളിൽ ഒളിഞ്ഞിടക്കുന്ന അവരുടെ കഴിവുകൾ കണ്ടെത്തി അതിനുള്ള പരിശീലനമാണ് ഈ ഓരോ മേളകളിലൂടെയും കുട്ടികൾക്ക് ലഭിക്കുന്നത്. കുട്ടിശാസ്ത്രജ്ഞന്മാരെയും മികവുറ്റ ശില്പികളെയും ഈ മേളകളിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ചാഴൂർ ALP സ്കൂളിൽ ചാന്ദ്രദിന പരിപാടികൾ കൊടുങ്ങല്ലൂർ സയൻസ് സെന്റർ ഡയറക്ടർ VS ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. ആകർഷകമായ പരീക്ഷണങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു.
ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി നടത്തിയ റോക്കറ്റ് നിർമ്മാണവും റോക്കറ്റ് വിക്ഷേപണവും നടത്തി. ഹരിത, സിബി എന്നിവർ സംസാരിച്ചു. വെള്ളത്തിന് കുറച്ച് ചൂടുണ്ടെന്ന് വിചാരിക്കുക. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചൂടല്ല, ഒരു താപമുണ്ട്, ഒരു 25 ഡിഗ്രി ഊഷ്മാവുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഊതുമ്പോൾ തണുപ്പല്ലേ വരിക, ഇങ്ങനെ ഊതുമ്പോൾ തണുപ്പ്. അപ്പൊ ഞാനൊന്ന് ഊതുമ്പോൾ എന്താവും, എനിക്ക് വീണ്ടും തണുപ്പ്. പൂജ്യമാവാനായിട്ട് ഇപ്പൊ 25 ഡിഗ്രി ഊഷ്മാവുണ്ടെന്ന് വിചാരിക്കുക. ഒരു തവണ ഊതുമ്പോൾ 1 ഡിഗ്രി കുറയും. അതായത് ഒരു തവണ ഊതുമ്പോൾ 25 തൊട്ട് 24 ആവും. അങ്ങനെയാണെങ്കിൽ എത്ര തവണ ഊതുന്നതിന് പൂജ്യമാക്കാനായിട്ട്? എന്തായിരിക്കും കാരണം പറയണ്ടേ? വെള്ളത്തിൽ താഴേക്ക് വരുന്ന ആഗ്രഹമുണ്ട്. വെള്ളത്തിൽ താഴേക്ക് വരുമ്പോ ഈ വെള്ളം മുഴുവൻ ഇതിന് താഴെ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വേറെ ആൾ കയറിയിരിക്കും. ആരാണെന്നറിയോ? വായു. വെരി ഗുഡ്. ആരാണ്? വായു. ഇത് രസമല്ലേ സയൻസ്? ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക വില വർധനവിനെതിരെ ഗ്യാസ് കുറ്റികൾ തലയിൽ ചുമന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കിടപ്പ് രോഗികൾക്കും വയോജനങ്ങൾക്കും ഔഷധക്കഞ്ഞി പാചകം ചെയ്ത് ഒരാഴ്ചക്കാലം വീടുകളിൽ എത്തിച്ചു നൽകുന്ന കാരുണ്യാമൃതം പദ്ധതിക്ക് പഴുവിലിൽ തുടക്കമായി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷിക ദിനാചരണം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.